നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ രാവിലെ 5:30 മുതൽ നല്ല നാടൻ ഭക്ഷണം, ദോശ, ചമ്മന്തി, രസവട, പപ്പടം, പിന്നെ കടികൾ, ചായ, കട്ടൻ, ഇതൊക്കെയാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവർ നേരത്തെ ഒരുപാട് കുറേ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾത്തിരക്കൊക്കെ കുറവായത് കൊണ്ടൊക്കെ ഉള്ള ഒരു ഡിഷസ് കമ്പാരിറ്റീവ്ലി കുറച്ച്. കാരണം എന്തുകൊണ്ടോ ആൾക്കാരൊക്കെ ഇന്ന് ഡള്ളാണ്. സോ അതുകൊണ്ടിട്ടാണ് രാവിലെ 5 മണിക്ക് തുറക്കുന്ന സ്പോട്ടാണ്. ചമ്മൻ പിള്ളേര് ഒരു ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കയറിയിട്ട് കാണാം. ഓക്കെ, കമോൺ. ഇന്നെന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. അറിഞ്ഞില്ല. കട്ടൻ എന്തിനു കടി വേണം? കടി എന്തിനു വേണം? നമസ്കാരം ആന്റി. ആന്റിയുടെ പേര്? ജയന്തി മോഹൻ. അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ? ഇവിടത്തെ കച്ചവടം ഞങ്ങള് ഇവിടെ തുടങ്ങിയിട്ട് 1.5 വർഷമായി. പിന്നെ ഞങ്ങൾ ഈ പുഞ്ചപ്പേരിയിൽ തന്നെ 20 വർഷം തുടരെ നടത്തിയ ആൾക്കാർ. എൻ്റെ സ്വന്തം സ്വദേശം ഇവിടെയാണ്. ഞങ്ങളങ്ങനെ ഈ ബിസിനസ് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോണത്. പിന്നെ വേറെ തിരിഞ്ഞൊന്നും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമില്ല. ഞാനും എൻ്റെ ഭർത്താവ് ഇപ്പോഴുണ്ട്. 2 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞതിൽ പ്രത്യേകമാണ്. പിന്നെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ നോക്കി. മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ഇപ്പോഴേ അവരോരോ കുടുംബ ജീവിതങ്ങൾ നയിച്ചു പോവുകയാണ്. അപ്പോഴും ഞങ്ങൾ അസുഖമായി അങ്ങേറ്റം വാർദ്ധക്യം അടുക്കുന്നത് വരെ, കൈയും കാലിനും സുഖം കിട്ടുന്നത് വരെ ഈ കായക്കട അധ്വാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ടുപോകാനാണ് ആദ്യം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. പിന്നെ പോരായ്മയും ശത്രുക്കളും എല്ലാം ഉണ്ട്. ഈ ബിസിനസ് ചെയ്യണത് കൊണ്ട് അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല. നാമനാരായണ ഞങ്ങളുടെ ജീവിതം നോക്കും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും മനുഷ്യരുടെ ഇഷ്ടപ്രകാരമായ ഞങ്ങളുടെ ഈ ചെറിയ തട്ടുകട ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം അമ്മൂമ്മ. എന്താ പേര്? സാവിത്രി. എന്താ ചെയ്യണേ? ഇവിടെ എന്താ ജോലി വല്ലതും ഉണ്ടോ അതോ അല്ല ചുമ്മാ വന്നത് കഴിക്കാൻ? ചുമ്മാ അത് ജോലിയൊന്നുമില്ല. പിന്നെ എത്തിപ്പോറും പെൻഷൻ തരും, ഒരു ചായ കുടിക്കാൻ. അങ്ങനെ വന്നത്. ഇപ്പൊ ഇവിടെയാണ് താമസം അല്ലേ? ഈ അതിന്റെ അപ്പുറത്ത് ഷാപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്നും വരാറുണ്ട്. വരും. ഒരു കട തുടങ്ങിയ നാളോട്ട് നമ്മൾ കൂടെ വരും. ഇവിടുത്തെ ഭക്ഷണമൊക്കെ എന്താണ് അഭിപ്രായം? ഭക്ഷണത്തിനെ കുറിച്ച് ഇവിടുത്തെ നല്ല ഭക്ഷണം. മാമന്റെ പേര്? എന്റെ പേര് നെല്ലിയോട് ഗിരീഷ്. ഓക്കെ. മാമ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആളാണ്? ഇവിടെ കഴിക്കും. ഇവിടെ എനിക്ക് അവിടെ കൃഷിയുണ്ട് അപ്പുറത്ത്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കും. നമ്മളെ സഹോദരനാണ്, സഹോദരിയാണ്. നമുക്ക് ചായ, വട, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും വളരെ ടേസ്റ്റോട് കുടിച്ചാൽ ന്യായമായ വിലയിൽ. മറ്റേടത്തൊക്കെ 10 രൂപയും 12 രൂപയും മേടിക്കും. ഇവിടെ ചായക്ക് 10 രൂപ വൃത്തിയുണ്ട്. നമസ്കാരം ചേട്ടാ. എന്താ പേര്? എൻ്റെ പേര് രാജേഷ്. ഓക്കെ. ചേട്ടൻ ഇവിടെ എങ്ങനെ കഴിക്കും? ചേട്ടനും ചേച്ചിക്ക് ഇതിനു മുമ്പ് അപ്പുറത്ത് പാലത്തിന് അപ്പുറത്തായിരുന്നു കട. അപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കും. പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ആഹാരങ്ങളാണ് ഇടുന്നത്. ചേച്ചിയാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കൈപുണ്യം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നവരുണ്ട്. പിന്നെ രാവിലെ നടക്കാനൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടേ പോവുള്ളൂ. അപ്പം രാവിലെ നടക്കിൽ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഒരു രാവിലെയൊക്കെ നല്ല തിരക്കുമായിരിക്കും. ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് തിരക്ക്. പിന്നെ ഇവരുടെ സ്നേഹവും നല്ല പെരുമാറ്റമാണ്. ഭാര്യയും ഭർത്താവുമാണ്. രണ്ടുപേരും നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ചേച്ചി സംസാരിക്കുകയുള്ളൂ. ചേട്ടനും അതുപോലെ തന്നെ സ്നേഹത്തോടെയാണ് ഭക്ഷണം വിളമ്പണം. നമസ്കാരം ചേട്ടാ. എന്താ പേര്? സന്തോഷം. എന്ത് ചെയ്യുന്നു? ചേട്ടാ ഇവിടെ ആദ്യമായിട്ടാണോ അതോ? എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ അപ്പുറത്താണ്. ഞാൻ അച്ഛനെ മരിച്ചിട്ട് 1 കൊല്ലമായി.
ഇങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് ബലിയിട്ടിട്ട് ഇവിടെ വന്നിട്ട് കാപ്പിയും കുടിച്ചുകൊണ്ട് അങ്ങോട്ട് അവിടെ മാമി താമസിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ അരുവികരയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? സൂപ്പർ. ഓരോ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. ഓരോ ടേസ്റ്റുകൾ, ഓരോ കൈപ്പുണ്യം, ഓരോ ആൾക്കാരെ ചെറിയ പറയാനുള്ള ആഹാരത്തിന് ഓരോ ആൾക്കാർക്ക് ഓരോ ലെവലുണ്ട്. അതുകൊണ്ടൊന്നും പറയാനില്ല. ചമ്മന്തി കറി, ഇതുവരെ ഇങ്ങനെ ദോഷം വന്നിട്ടില്ല. വരുമോള് വരണ സാമ്പാറ്, ലുല്ലുമാളിട്ടിരിക്കുന്ന മുതലാളി പറയാണ്. ഉഴുന്നുവട, ആർപ്പടം, നമ്മളെ പുഞ്ചക്കരി കായൽക്കര തട്ടുകട, നമ്മുടെ കട നമ്മുടെ കട. നമ്മുടെ ദോശയും ഓംലറ്റും ഉഴുന്നുവടയും വാഴയ്ക്ക ബജിയും തേങ്ങാ ചട്നി, മുളക് കറി, സാമ്പാറും, അങ്ങനെ ട്രിവാൻഡ്രത്തെ തട്ടുകട ഇവിടെ ഉള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കത്തിരിക്ക ബജിയും കൂടെ ഉണ്ട്. അത് ഞാൻ ഈ ദോശയും സാമ്പാറും ചമ്മന്തി മുളക് കറി എല്ലാം കൂടെ ചേർത്ത് ഓംലറ്റിന്റെ ഒരു പീസും കൂടെ. പപ്പട ഇല്ലേ മാമ? പപ്പടം കൊടുക്ക്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണ്ടല്ലോ. അതെ. ഞങ്ങളെ പേയമ്പഴം സർബത്ത്, ഇങ്ങനെ പല വെറൈറ്റി സർബത്തുകൾ. നല്ല തനിനാടൻ ഫുഡ്. ഇവിടെ ഇതൊരു നാട്ടും പ്രദേശമാണ്. ഈ സ്ഥലം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ നാട്ടും പ്രദേശം, കൃഷിയെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇപ്പൊ ഇവിടെ റോ ആയിട്ട് ഈ പൊടിയായിട്ട് മീൻസ് റോ ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഇവരത് മേടിച്ച് ഉണക്കി പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തനിനാടൻ ഫുഡാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനി എത്ര ദൂരമുള്ളവരാണ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് കഴിച്ച് ഇത് അനുഭവിക്കും. പിന്നെ ഇവിടെയുള്ള കഴിക്കണ മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു രീതികൾ, ജീവിതമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 മണിക്ക് ശേഷം വന്നതിനാണ് കിട്ടുന്ന കീടെല്ലാം വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന നല്ല കടികളാണ്. വൈകുന്നേരം 8 മണി വരെ. ആമാ ചായ ഉണ്ട്. ചായ ഉണ്ട്. അതൊക്കെയാണ്. ഈ സ്പോട്ട് വരുന്ന പുഞ്ചക്കരി പാലം, പുഞ്ചക്കരി ജംഗ്ഷനിലാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വന്ന് കഴിച്ചു ഉറപ്പായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കായൽക്കര, പുഞ്ചക്കരി കായൽക്കര ജംഗ്ഷനിലാണ് ഈ സ്പോട്ട് വരുന്നത്. ഇപ്പൊ ചായയും കടികളൊക്കെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ. രാവിലെ ഇതൊക്കെ കഴിച്ച് ഈ ഒരു കാലാവസ്ഥക്ക് ഇപ്പൊ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട നമുക്ക്. കാരണം നമ്മളെന്തിനാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആയിട്ടുള്ള നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഇവിടെയൊക്കെ ഒന്ന് കഴിക്കുക. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടാതെ എവിടെ പോയത് അങ്ങനെ ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സ്ഥലമാണ്. കയ്യൊപ്പ് പതിഞ്ഞ ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്തിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാടുണ്ട്. സോ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക. 3 വശം 2 വട. അപ്പോൾ മക്കളെ, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണശാലകളും വ്യത്യസ്തമായിട്ടുള്ള പാവം മനുഷ്യരും ഒക്കെ ആയിട്ട് ഈ അപ്പുക്കുട്ടൻ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.